എൻ്റെ ഫാദർ 4 വയസ്സിൽ മരിച്ചുപോയി. അന്ന് മുതൽ വലിയ തറവാടൊക്കെയാണ്, പക്ഷേ ദാരിദ്ര്യമാണ്. 92 നമ്മുടെ തറവാട് അങ്ങോട്ട് വിറ്റു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷെയർ കിട്ടി. ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചു. അന്നൊരു മാസം ഡിപ്രഷൻ മൂഡായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ട് വേണം ഇത് കിട്ടുക. പക്ഷേ അതിനുള്ള പക്വതയും പാടാനൊന്നും ആയിട്ടുമില്ല. വാടക കൊടുത്തില്ലെങ്കിൽ ഇവർ പുറത്താക്കൂലേ എന്നുള്ള ചിന്ത വല്ലാതെ ടെൻഷൻ അടുപ്പിച്ചു. അപ്പോൾ പേടിച്ചിട്ട് പനി, ഒരു മാസത്തോളം പനിയായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇനി നിർത്തിയാലോ, എത്ര കാലം ഇങ്ങനെ വിറച്ച് നിൽക്കും. പേടിച്ച് വിറച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കുക. മതി, നിർത്താം. ഗൾഫിൽ ജോലിക്ക് പോവുക. പാസ്പോർട്ട് എടുത്തത് വരെ അതിനാണ്. എനിക്ക് പരിപാടിക്ക് പോകണം, എൻ്റെ കുടുംബം പോകണം, മുമ്പോട്ട് പോകണമെങ്കിൽ. അപ്പം ഞാൻ മാക്സിമം ഉറക്കൊഴിഞ്ഞ് പ്രോഗ്രാമിന് പോകല. രാവും പകലും. പകൽ കല്യാണ വീട്ടിലുണ്ടാവും, രാത്രി അമ്പലങ്ങളിലൊക്കെ പരിപാടി ഉണ്ടാവും. മതം എല്ലാവർക്കും നല്ലതിന് വേണ്ടി മാത്രമാണല്ലോ. മതം ആരെയും ഒരിക്കലും ഒന്നും ഇതായിട്ടില്ല. മതം നല്ലതാണ്. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീയന്നയ്യനയ്യപ്പൻ. ട്രെൻഡ് പാടുന്ന പാട്ടുകാരനുണ്ടല്ലോ, ഇപ്പം സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡ് പാട്ടുകാരൻ. ആ പാട്ടുകാരൻ പാടുന്ന ആക്സെൻറ്റ് മാപ്പിളപ്പാട്ടാണ്. പല പാട്ടുകളും മാപ്പിളപ്പാട്ടിൻ്റെ ഒരു എലമെൻസ് ഉള്ള സിംഗറാണ്. ഓഡിയൻസിനെ മാനിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളോട് ഇഷ്ടം കൊണ്ടാണല്ലോ അവർ വരുന്നത്. നമ്മളൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പാട്ടുകാരനാവില്ലല്ലോ. അവരംഗീകരിക്കണം. അപ്പോൾ എന്താ വേണ്ടത്? അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവർ ചിലപ്പോൾ 2 അഭിപ്രായം ഉണ്ടാവും. എൻ്റെ പാട്ട് ഇഷ്ടമില്ല, അത് തന്നെ, അതിനൊന്നുമില്ല. ദറജപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ. മലയാളം സിംഗറായിട്ട് കുറേ കാലം പല ഇതൊക്കെ ഉണ്ടായിരുന്നു, പല ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം 33 വർഷമായി. എനിക്കത് ഇന്നലെ പോലെ ഓർമ്മയുണ്ട്. എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ മൗത്തോളം. എല്ലാവർക്കും നമസ്കാരം. മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫാണ് എന്നോടൊപ്പം. വെൽക്കം. താങ്ക് യു. മാപ്പിളപ്പാട്ടിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു മലബാറിൽ ഏറ്റവും പ്രസിദ്ധമായൊരു പേരായിരുന്നു കണ്ണൂർ ഷെരീഫ്. മലബാറിൽ കാസറ്റും ആൽബവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടുമായിട്ടെത്തി. ഏറ്റവും കൂടുതൽ സ്റ്റേജ് പെർഫോമൻസുകളാണ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഈ മ്യൂസിക്കൽ ജേണി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്ര വർഷമായി ഇപ്പോൾ കണ്ണൂർ ഷെരീഫ്? 92 ശേഷമാണ് ശരിക്കും ഗാനമേളയിൽ സജീവമാകുന്നത്. 93 ലാസ്റ്റോ 94 ആയിരിക്കും ഫസ്റ്റ് മാപ്പിളപ്പാട്ട് കാസറ്റിൽ പാടുന്നത്. ഫസ്റ്റ് പാട്ട് പാടിയപ്പോൾ തന്നെ അത് ഹിറ്റായി. ഫസ്റ്റ് ആദ്യമായിട്ട് പാടിയ പാട്ട് അന്നേരം കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. കുറേ പ്രോഗ്രാംസും, പിന്നെ ഈ കല്യാണ വീടുകളിലൊക്കെ പ്രോഗ്രാം ഉണ്ടാവും, രാത്രി സ്റ്റേജ് പരിപാടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാം കണ്ടിന്യൂ ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു വേറൊരു കുറച്ച് കാസറ്റിൽ കുറച്ച് പാട്ടുകൾ പാടി നടന്നുകൊണ്ടിരിക്കുമ്പം 1.5 വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു പാട്ടും കൂടി ഹിറ്റായി. ദർജപ്പൂ മോളല്ലേ എന്നുള്ളൊരു മാപ്പിളപ്പാട്ട്. കോഴിക്കോടായിരിക്കും കൂടുതൽ റെക്കോർഡിങ് ഉണ്ടാവുക. ഓരോ സ്റ്റുഡിയോയിൽ 2, 3, 4 പാട്ടുണ്ടാവും. അത് പഠിച്ച് പാടി അടുത്ത സ്റ്റുഡിയോ പോവും, 2, 3 പാടി വൈകുന്നേരം 6 മണിയെല്ലാം ആകുമ്പം തിരിച്ച് ട്രെയിനിന് നാട്ടിലെത്തും. അങ്ങനെ ഡെയിലി ജോബ് പോലെ പോയിക്കൊണ്ടിരുന്നു. മലയാളം സിംഗറായിട്ട് കുറേ കാലം പല ഇതിലൊക്കെ ഉണ്ടായിരുന്നു, പല ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം 33 വർഷമായി. എനിക്കത് ഇന്നലെ പോലെ ഓരോന്നും ഓർമ്മയുണ്ട്. കാരണം കലാകാരനായതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും പല തരത്തിലുള്ള എൻജോയ്മെൻ്റ് ആണല്ലോ. പറഞ്ഞു തുടങ്ങുമ്പോഴാണെങ്കിലും ആ പാട്ട്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെ 2 വരി, ആ വരിയിലായിരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ ആ ശബ്ദത്തെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയത്. അപ്പം ദർജപ്പൂ മോളല്ലേ, ആ പാട്ട് തന്നെ നമുക്ക് വേണ്ടി ഒന്ന്. തീർച്ചയായും. ദർജപ്പൂ മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ.
ഈ പാട്ടിങ്ങനെ ശരിക്കും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ദർജപ്പൂ മോളല്ലേ അല്ലെങ്കിലും ഉണ്ട് സഖി ഒരു കുലം മുന്തിരി, മുത്തേ സത്തേ എന്ന് വിളിക്കും. അത് ഒരുപാട് പാട്ടുകൾ, ഈ മുസ്ലിം പാട്ടുകൾ അല്ലെ മാപ്പിള പാട്ടുകൾക്ക് ഇപ്പം അറബി, മലയാളം, തമിഴ് ഇങ്ങനെ ഒരുപാട് ഭാഷകളിൽ നിന്നുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഈ പാട്ടുകളിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പാട്ടുകളിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൽ എത്തിയ സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഭാഷ, അതുപോലെ തന്നെ ഓരോ പാട്ടിനും ഓരോ കഥകൾ, ഇതൊക്കെ? മലബാറിൽ പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് ഭയങ്കര സ്വീകാര്യതയുള്ള നാടാണ്. പിന്നെ അത് മാത്രമല്ല മലബാറിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും ഫോക്കാണല്ലോ മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ, ഫോക്കാണ്, നാടൻ പാട്ടാണ്. അത് മലബാറിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഓരോ വീട്ടിലും ആ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഇത് ധാരാളം കേൾക്കും. മാപ്പിളപ്പാട്ട് മാത്രം കേൾക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് വേറെ പാട്ടൊന്നും വേണ്ട, മാപ്പിളപ്പാട്ട് കേട്ടാൽ മതി. എന്നോട് തന്നെ ചില പ്രോഗ്രാം പറയും, ഞാൻ പല തരത്തിലുള്ള പ്രോഗ്രാമിന് പോകുന്നത് കൊണ്ട് ഒരു ഫുള്ളി മാപ്പിളപ്പാട്ട് പ്രോഗ്രാം അല്ലാത്ത പ്രോഗ്രാം ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് ചില പ്രോഗ്രാമിന് ഏൽപ്പിക്കുമ്പോൾ ആദ്യമേ പറയും, ഇന്ന് ഫുള്ള് മാപ്പിളപ്പാട്ട് പാടണം കേട്ടോ എന്ന് പറയും. അങ്ങനത്തെ പ്രോഗ്രാമും ചെയ്യും, അല്ലാത്ത പ്രോഗ്രാമും ചെയ്യും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പാട്ടുകളാണെങ്കിലും ഇപ്പം മാപ്പിളപ്പാട്ടുകൾക്ക് മാത്രമല്ല പഴയകാല പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വരികൾക്ക് ഒരുപാട് അർത്ഥം ഉണ്ട്. പിന്നെ പല വരികളും ഇപ്പം പറഞ്ഞില്ല, ഉണ്ടോ സഖി എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ പാടിയ പാട്ടല്ല, പഴയ ആൾക്കാർ പാടിയത് ഞാൻ പാടിയതാണ്. ഒരുപാട് പാട്ടുകൾ പഴയ തലമുറയിലെ പ്രഗത്ഭർ പാടിയ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, രണ്ടാമത് പാടിയിട്ടുണ്ട്. ഒരുപാട് പാട്ട് ഹിറ്റാണ്. അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് പിന്നെ വേദികളിൽ പഴയ പാട്ടുകളാണ് എന്നോട് കൂടുതൽ ആവശ്യപ്പെടുക. കാരണം നമ്മുടെ മുമ്പത്തെ തലമുറ പാടിയ പാട്ടുകൾ പലപ്പോഴും നല്ല റെക്കോർഡിങ് ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവില്ല, ക്വാളിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ തലമുറയിലുള്ള നമ്മളെല്ലാം പാടുമ്പോൾ പുതിയ ടെക്നോളജി വന്നു, നല്ല സൗണ്ട് വന്നു, നല്ല സിസ്റ്റം വന്നു. അപ്പോൾ നല്ല ക്വാളിറ്റിയിലല്ലേ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെയും ഇതിന് സ്വീകാര്യത വന്നു ഈ പഴയ പാട്ടുകൾക്ക്. ഇത്ര സ്റ്റേജ് ഷോ ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇടയ്ക്കൊക്കെ വരികളൊക്കെ എങ്ങനെയും തെറ്റിയാൽ നമ്മൾ അതുപോലെ പറയും, തെറ്റിപ്പോയിട്ടാ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വേദിയിൽ കോട്ടക്കൽ ഒരു ഫെസ്റ്റ് നടന്നിരുന്നു. അവിടെ ഒരു പ്രോഗ്രാമിന് പെട്ടെന്ന് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹൃദയവനിയിലെ പാടും. ഞാൻ പറഞ്ഞു, ഞാൻ പൊതുവേ സ്റ്റേജിൽ പോയാൽ പറയാറുണ്ട്, നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് പറയും. കാരണം ഈ മാപ്പിളപ്പാട്ടുകളും സിനിമാ പാട്ടുകളും രണ്ടും ഒന്നിച്ച് പാടുന്നതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനായിരിക്കും, എന്ത് പാട്ട് പാടണം, എങ്ങനെ ഓഡിയൻസിന് ഇത് മാനേജ് ചെയ്യുമെന്ന് എനിക്കൊരു പിടി കിട്ടില്ല. അപ്പം ഞാൻ 2-3 പാട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിനോട് ചോദിക്കും, നിങ്ങൾ പറയും. കാരണം എനിക്കിഷ്ടമുള്ള പാട്ട് പാടാനല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പാടാനാണ്. അപ്പം നിങ്ങൾ പറയുന്നതല്ലേ പാടേണ്ടത്. അപ്പോൾ എല്ലാം എനിക്കറിയണ്ടാവില്ല, എനിക്കറിയുള്ള പാട്ടുകൾ ഞാൻ പാടാം. അപ്പോൾ നിങ്ങൾ പറയൂ, എന്നാൽ കുറച്ചെങ്കിലും പാടാം. ഫുള്ള് പാടാൻ പറ്റുന്നത് ഫുള്ള് പാടാം, അല്ലാത്ത കുറച്ച് പാടാം എന്ന് പറയും. അങ്ങനെ ഒരാൾ കുറേ പാട്ട് പറഞ്ഞ ഇടയിൽ ഹൃദയവനിയിലെ പാടുന്നു. പണ്ട് അറിയാം, പണ്ട് വേദിയിൽ 1-2 തവണ പാടിയൊരു പരിചയമുണ്ട്. അത് വെച്ചിട്ട് പല്ലവി മാത്രം പാടിയാൽ മതി, ഒറ്റയടിക്ക് അത് പാടി. അപ്പോൾ അത് അവർ കാണിക്കുന്ന സന്തോഷം കൊണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര, കാരണം അവരെ നമ്മൾ മാനിച്ചു എന്നുള്ളതാണല്ലോ, ഓഡിയൻസിനെ മാനിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളോട് ഇഷ്ടം കൊണ്ടാണല്ലോ അവർ വരുന്നത്. നമ്മളൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പാട്ടുകാരനാവില്ലല്ലോ, അവരംഗീകരിക്കണം. അപ്പോൾ എന്താ വേണ്ടത്, അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഓഡിയൻസിനെ, പ്രേക്ഷകരെ റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. അവർ ചിലപ്പോൾ 2 അഭിപ്രായം ഉണ്ടാവും, എൻ്റെ പാട്ട് ഇഷ്ടമില്ല, അത് തന്നെ, അതിനൊന്നുമില്ല. ഇനി ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ ശരിക്കും അവരെ നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാടും അങ്ങനെയാണ്, എൻ്റെ രീതിയും അതാണ്. ഇപ്പോൾ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയധികം പാട്ടുകൾ പാടിയിട്ടും 7000-ലധികം പാട്ടുകൾ പറഞ്ഞതിൽ ഈ ഒരു മാപ്പിള പാട്ടുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഷെരീഫിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒന്നാമത് നമ്മുടെ കാലം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമുള്ളൊരു കാലമാണ്. എൻ്റെ ഫാദർ 4 വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ അന്ന് മുതൽ വലിയ തറവാടൊക്കെയാണ്, പക്ഷേ ദാരിദ്ര്യമാണ്. അങ്ങനെയാണല്ലോ, കൂട്ടുകുടുംബമാണല്ലോ. അപ്പം ഇങ്ങനെ വളരുന്നു. അപ്പം ഒരു 92 ആകുമ്പോഴേക്കും നമ്മുടെ തറവാട് അങ്ങോട്ട് വിറ്റു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷെയർ കിട്ടി, ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചു. അന്നൊരു മാസം ഡിപ്രഷൻ മൂഡായിരുന്നു. കാരണം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല, ആരെങ്കിലും ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ട് വേണം എന്തെങ്കിലും കിട്ടുക. പക്ഷേ അതിനുള്ള പക്വതയും പാടാനൊന്നും ആയിട്ടുമില്ല.
കാരണം ഗാനമേളയ്ക്ക് പാടുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് അക്കാലത്ത് നമ്മൾ വളരെ ആയിട്ടില്ല, പാടാനുള്ള ധൈര്യം പോലും വന്നിട്ടില്ല. അപ്പോൾ പേടിച്ചിട്ട് പനി, ഒരു മാസത്തോളം പനിയായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു ക്വാർട്ടേഴ്സിലേക്ക് വാടക കൊടുത്തില്ലെങ്കിൽ ഇവർ പുറത്താക്കൂലേ എന്നുള്ള ചിന്ത വല്ലാതെ ടെൻഷൻ അടുപ്പിച്ചു. അങ്ങനെ കുറച്ച് പ്രോഗ്രാം കിട്ടിത്തുടങ്ങി. കുറച്ച് പ്രോഗ്രാമുകൾക്ക് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ഇതിൽ പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്നാലും വിളിക്കുന്ന പ്രോഗ്രാം കിട്ടുമ്പം വേഗം പോകും, കാരണം പൈസയാണ് പ്രധാനം. ഏകദേശം ഒരു വർഷത്തോളം ഇങ്ങനെ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി, നെഞ്ചിടിപ്പ്. ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നുമില്ല. അന്ന് വിറച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇനി നിർത്തിയാലോ, എത്ര കാലം ഇങ്ങനെ വിറച്ച് നിൽക്കും. പേടിച്ച് വിറച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കുക. മതി, നിർത്താം, ഗൾഫിൽ ജോലിക്ക് പോവാം, പാസ്പോർട്ട് എടുത്തത് വരെ അതിനാണ്. പക്ഷേ എങ്ങനെയോ അറിയാതെ പേടി കുറച്ച് കുറഞ്ഞു. ഗാനമേളയിൽ സജീവമായിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ കണ്ണൂരിലെ അത്യാവശ്യം, പിന്നെ കണ്ണൂർ, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെയുള്ള ട്രൂപ്പുകളിൽ ഇങ്ങനെ അത്യാവശ്യം മലയാളം സിംഗറായി ഇങ്ങനെ വന്നു. അപ്പം എനിക്ക് പരിപാടിക്ക് പോകണം, എൻ്റെ കുടുംബം പോകണം, മുമ്പോട്ട് പോകണമെങ്കിൽ. അപ്പം ഞാൻ മാക്സിമം ഉറക്കൊഴിഞ്ഞ് പ്രോഗ്രാമിന് പോകല. രാവും പകൽ കല്യാണ വീട്ടിലുണ്ടാവും, രാത്രി അമ്പലങ്ങളിലൊക്കെ പരിപാടി ഉണ്ടാവും. അങ്ങനെ അപ്പം എന്നോട് ചില ആൾക്കാർ പരിപാടി ചെയ്യുമ്പോൾ ഭയങ്കര കൈയെടുത്തിട്ട് നല്ല അവസരമുണ്ട് പറയാം എന്നെല്ലാം പറഞ്ഞാൽ ചില വലിയ ആൾക്കാരെല്ലാം കണ്ട് പറയും. ഞാനതൊന്നും ആലോചിക്കാറ് പോലുമില്ല. എനിക്ക് പൈസ വേണം, കാരണം വീടായി കൊടുക്കണം. അങ്ങനെ കുറേ കാലം പോയി. പിന്നെ കാസറ്റിൽ പാടി തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ വർക്കായില്ലേ. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടി തുടങ്ങി. എന്നാലൊരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, പാടി തുടങ്ങിയ സമയത്താണെങ്കിൽ സിനിമ എന്നൊരു സിനിമയിൽ പാടുക എന്നൊരു ഗായകനെ ഏറ്റവും അതാണ് ഫുൾഫിൽ ആക്കുക എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. അല്ല, അന്ന് അതുണ്ട് സിനിമയിൽ. എനിക്കറിയാം അന്ന് പല പാട്ടുകാരും, എനിക്കറിയുള്ള ഒരുപാട് പാട്ടുകാർ ഒരു പടത്തിൽ പാടിയിട്ട് ഒറ്റ പടത്തിൽ പാടിയാൽ മതി, അവർ സ്റ്റാറായി. എനിക്ക് അന്ന് കുറേ പാട്ടുകാരുണ്ട് എൻ്റെ അറിവിലുള്ള. അപ്പം അവരുടെ പേരിലാണ് പ്രോഗ്രാം ഉണ്ടാവുക അമ്പലത്തിലൊക്കെ. അപ്പോൾ അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പാട്ടുകാരനായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ പ്രോഗ്രാമുകൾക്ക് കേരളത്തിൽ ഒരു പാട്ട് പാടി സൂപ്പർ ഹിറ്റായ കുറേ ആൾക്കാരുടെ പരിപാടിക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതിനൊന്നും നമ്മളായിട്ടില്ല. നമ്മുടെ ചിന്ത അത്രത്തോളം അങ്ങനെ പാടാനുള്ള ക്വാളിറ്റി ഒന്നും എനിക്കില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് ഓരോ ഇതുണ്ടല്ലോ, അതില്ല എന്നുള്ള സത്യം. പിന്നെ കോൺഫിഡൻസും ഇല്ല. അങ്ങനെ കുറേ കാലം. പിന്നെ ഡെയിലി വർക്ക്. പിന്നെ എനിക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്കൊരു വർക്ക് തരുമോ, ഡെയിലി ഇങ്ങനെ റെക്കോർഡിങ്ങിന് പോയി പാടുന്നു. എന്ത് കിട്ടിയാലും പാടുക എന്നുള്ളതാണ്, പൈസ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഷെരീഫിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാട്ടിന് മതമില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ദാസേട്ടനാണെങ്കിലും എല്ലാ മതത്തിലും, അതായത് ഇപ്പം ക്രിസ്തീയ ഗാനങ്ങളാണെങ്കിലും അയ്യപ്പ ഗാനങ്ങളാണെങ്കിലും മാപ്പിളപ്പാട്ടുകളും ദാസേട്ടൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഷെരീഫിക്ക. എനിക്ക് തോന്നുന്നു ഷെരീഫിക്കയാണ് മാപ്പിളപ്പാട്ടുകളിലൂടെ വന്നതിന് ശേഷമാണെങ്കിലും ഒരു അയ്യപ്പ ഗാനം, നീലക്കാടിന് മുകളിലെ ആ ഒരു 2 വരി കേട്ടിട്ട് നമുക്ക് പറയാം. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീയന്നയ്യനയ്യപ്പൻ. പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുകൃതമേ സ്വാമി. സ്വാമി നീലക്കാടിന് മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീയന്നയ്യനയ്യപ്പൻ. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പെട്ടെന്ന് അഫ്സൽ യൂസുഫാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു പാട്ട് പാടാനുണ്ട്, ഇങ്ങനെയുള്ള ഒരു പാട്ടാണ്, പഴയ സ്റ്റൈലിലുള്ള ഒരു ഭക്തിഗാനമാണ്, ആഴി പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോൾ എനിക്ക് പാട്ടിൻ്റെ ഒരു പറഞ്ഞപ്പാടൻ എൻ്റെ മനസ്സിൽ, കാരണം കുറേ നമ്മൾ അങ്ങനത്തെ കുറേ ഗാനമേളക്ക് പാടുന്നുണ്ടല്ലോ, ഒരുപാട് ഭക്തി ഗാനമേള പാടുന്നതുകൊണ്ട് എനിക്കറിയാം ഒരു ശൈലി. പുള്ളിക്കാരൻ കോഴിക്കോട് വന്നിട്ടാണ് പാടിച്ച് പുള്ളിക്കാരന് ഇഷ്ടമായി. അതിനുശേഷമാണ് വിജയൻ സാറിന് ജയമാഷ് പാടിയത്. ജയമാഷ് കേട്ടിട്ട് എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. മതം എല്ലാവർക്കും നല്ലതിന് വേണ്ടി മാത്രമാണല്ലോ. മതം ആരെയും ഒരിക്കലും ഒന്നും ഇതായിട്ടില്ല. മതം നല്ലതാണ്. അത് നമ്മുടെ ചിന്തയുടെ കുഴപ്പം മാത്രമാണ് പലപ്പോഴും. നമുക്ക് അങ്ങനെ നല്ല മതത്തെ നല്ല രീതിയിൽ
കൊണ്ടുപോകുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ലോകം നിലനിൽക്കുന്നത്. എല്ലാവരും നമുക്ക് ടോട്ടലായിട്ട് മോശം എന്ന് പറയാൻ പറ്റുമോ? 1-2 ആൾ മോശം ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാം നല്ലതാണ്. എല്ലാ മതങ്ങളും നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഇക്ക പഴയ സ്റ്റേജ് പെർഫോമൻസിൽ ഇപ്പം അന്ന് തന്നെ ഏറ്റവും വൈറലായിരുന്ന 2 പേരായിരുന്നു ഷെരീഫിക്ക, രഹന, ആ ഒരു ജോഡികൾ. അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവരുമായിട്ട് കോൺടാക്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? പിന്നെന്താ, എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട്, എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സരിഗമപ്പായിലേക്ക് വന്നിട്ട് ജൂറി മെമ്പറായിട്ട്, അത് 12 പേരിൽ ഷെരീഫിക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പം വരുന്ന അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഗ്രൂം ചെയ്തെടുക്കുന്നതിൽ ഷെരീഫിക്ക ഒരു പാർട്ടാണ്. ഇപ്പം സ്റ്റാർ സിംഗറിൽ നടക്കുന്നു. അപ്പം ഇതിലേക്കൊക്കെ വന്നപ്പോൾ ഒരുപാട് അപ്കമിങ് സ്റ്റാർസിനെ ഇപ്പം മോൾഡ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ശബ്ദം. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സിംഗേഴ്സിനൊക്കെ ഒരു... എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഭാഗ്യമാണ്. കാരണം എന്നെ അതിലേക്ക് എത്തിച്ചത് സർഗോ വിജയരാജാണ്, അതിൻ്റെ ഡയറക്ടർ. ആദ്യമൊക്കെ മലബാറിൽ മാത്രം ഒതുങ്ങി നിന്നത്, പിന്നെ തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതിന് കാരണം മൈലാഞ്ചി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളെ ആ കാലഘട്ടത്തിൽ ഗാനമേളയ്ക്ക് പാടുമ്പോൾ ഓരോ സീസണിൽ ഇറങ്ങുന്ന പാട്ടുകൾ, ആ സമയത്ത് ഇറങ്ങുന്ന പാട്ടുകൾ നമ്മൾ പഠിച്ചു പാടണം. അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം പക്ഷേ വന്നപ്പം മൂവന്തിയായി പകലേ രാവിൻ വിരൽ സ്പർശനം. അപ്പോൾ അങ്ങനത്തെ ആ സമയത്ത് ഇറങ്ങി അങ്ങനത്തെ കുറേ പാട്ടുകൾ, അപ്പോൾ അത് നമ്മൾ പാടണം. അങ്ങനെ എല്ലാ സീസണിലും ഇങ്ങനെ പാടുമ്പോൾ നമ്മൾ ഒരുപാട് പാട്ട് പഠിക്കുക. പിന്നെ ഓഫ് സീസൺ വരും, ഈ ജൂൺ ജൂലൈ ഒക്കെ ഓഫ് സീസണാണ്. ആ സമയത്ത് കുറേ കാസറ്റ് കൊണ്ടുവന്നിട്ട് ഈ പഴയ പാട്ടുകളൊക്കെ പഠിക്കും. ഒക്കെ എല്ലാവരും പറയും പഠിക്കണം, ഇത് ഫ്യൂച്ചറിൽ നല്ലതാണ്. അതിപ്പം പറയുമ്പോൾ സത്യമായി. കാരണം ഇതൊക്കെ കേട്ട് പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ട് നമുക്കിപ്പം കുട്ടികൾ പാടുമ്പോൾ എന്തെങ്കിലും നമ്മളൊരു അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. ഇപ്പോഴാണെങ്കിലും ജനകീയമായിരുന്ന മാപ്പിളപ്പാട്ട് ഇപ്പോൾ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ള ആൾക്കാർ മാപ്പിളപ്പാട്ടിനെ ഇങ്ങനെ അങ്ങനെ സെർച്ച് ചെയ്ത് പോയി കേൾക്കൽ കുറവാണിപ്പോൾ. അപ്പം മാപ്പിളപ്പാട്ട് ഇപ്പം മുന്നോട്ട് പോകുന്ന ഈ ജനറേഷനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം പാടിയ ഒരു ട്രെൻഡ് പാടുന്ന പാട്ടുകാരനുണ്ടല്ലോ, ഇപ്പം സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡ് പാട്ടുകാരൻ. ആ പാട്ടുകാരൻ പാടുന്ന ആക്സെൻറ്റ് മാപ്പിളപ്പാട്ടാണ്. പല പാട്ടുകളും മാപ്പിളപ്പാട്ടിൻ്റെ ഒരു എലമെൻസ് ഉള്ള സിംഗറാണ്. അത് നമുക്ക് ഓരോ പാട്ടിൻ്റെ ആക്സെൻറ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഫോക്കിനൊരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് ഹിറ്റാവും. അത് മാപ്പിളപ്പാട്ട് എന്നല്ല, മറ്റേ സാധാരണ നാടൻ പാട്ട് പാടിയാലും വേഗം ശ്രദ്ധിക്കും. കാരണം അതിന് നമ്മുടെ സംസ്കാരമായിട്ട് കുറേ ബന്ധമുണ്ട്. തല്ലുമാലയിലെ പാട്ട് കേട്ടില്ലേ, അതിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകളല്ലേ, എല്ലാം ഹിറ്റായില്ലേ. കാരണം മാപ്പിളപ്പാട്ട് വേഗം ശ്രദ്ധിക്കും. മലബാറിൻ്റെ സംസ്കാരത്തെ മുഴുവൻ മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലൂടെ എല്ലാവരിലേക്കും എത്തിച്ച ഒരാൾ തന്നെയാണ് ഷെരീഫിക്ക, എനിക്ക് തോന്നുന്നു. അപ്പം ഇനി ഇൻ ഫ്യൂച്ചർ എന്തൊക്കെ, അതായത് പുതിയ പാട്ടുകൾ ഏതെങ്കിലും വരുന്നുണ്ടോ? പാട്ടുകൾ കുറേ ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് സംവിധാനമുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. വർക്കുകൾ ഇങ്ങനെ ഓരോന്ന് പാടും, അയച്ചു തരുമ്പം പാടി അയച്ചു കൊടുക്കും. പിന്നെ എൻ്റേതായിട്ടുള്ള വർക്കുകൾ ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവും. ഇതിനോടനുബന്ധിച്ചൊരു മനോഹരമായ പാട്ടുണ്ട്. അതിൽ മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. ഇനി അങ്ങനെയുള്ള പാട്ടാണ് ഇനി വേണ്ടത്. മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ശരിക്ക് പണ്ടുണ്ടായിരുന്ന ട്രഡീഷണൽ പാട്ടുകളാണ്. മോയിൻകുട്ടി വൈദ്യരുടെ കാവ്യത്തിലുള്ള ഒരുപാട് പാട്ടുകൾ. അതിൽ നിന്നും കുറച്ച് മാറി മലയാളീകരിച്ച പാട്ടുകളാണ്. പിന്നെ ജനകീയമായിട്ടുള്ള കുറേ മാപ്പിളപ്പാട്ടുകൾ എന്ന് വെച്ചാൽ കല്യാണ വീടുകളിലും പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കത്തുപാട്ട്, അതൊക്കെ മാപ്പിളപ്പാട്ട് ഗണത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഓരോ കാറ്റഗറിയാണ്, ഒരേ എന്ന് പറയാൻ പറ്റില്ല. മാപ്പിളപ്പാട്ടെന്ന് പൊതുവായിട്ട് പറയുന്നേ ഉള്ളൂ. പിന്നെ ആൽബപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ആ സമയത്തുള്ള ജനറേഷൻ്റെ പുതിയ ട്രെൻഡാണ്. അത് വേറൊരു സ്റ്റൈലിലാണ്. ഈ പ്രണയഗാനങ്ങളും അത് വേറൊരു സ്റ്റൈലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് ഓരോ തലങ്ങളാണ്, ഒരേ ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ മാപ്പിളപ്പാട്ടെന്ന് പൊതുവായിട്ട് പറയുന്നതാണ്. ശരിക്കും മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ പാട്ടുകളാണ് പണ്ട് കാലത്ത് പറഞ്ഞു വന്നത്. നമ്മളൊക്കെ ജനകീയമായിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. കാരണം കല്യാണ വീടുകളിൽ പാടേണ്ട പാട്ടുകൾ, പിന്നെ എന്താ പറയുക, ചരിത്രങ്ങൾ പറയുന്ന പാട്ടുകൾ, അതുപോലെ ഭക്തിഗാനങ്ങൾ, അങ്ങനെയുള്ള ടൈപ്പ് സാഡ് സോങ്സ്, പിന്നെ കുട്ടിയും ബാപ്പയുള്ള സംസാരങ്ങൾ, അങ്ങനത്തെയൊക്കെ
പല തരത്തിലുള്ള ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് മാപ്പിളപ്പാട്ട്. എനിക്കൊന്ന് അന്നത്തെ കാലത്തൊക്കെയാണല്ലോ ഇപ്പം മൈലാഞ്ചി വരുന്നു, പട്ടുറുമാല് വരുന്നു, ഇതൊക്കെ മാപ്പിളപ്പാട്ടിനൊരു ഇമ്പോർട്ടൻസ് അല്ലെ മാപ്പിളപ്പാട്ടിനെ കൂടുതലായിട്ടും ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ജനറേഷനൊക്കെ മാപ്പിളപ്പാട്ടുമായിട്ട് കുറച്ചൊരു അകലം വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ ഇന്നില്ല. അപ്പം മാപ്പിളപ്പാട്ടിന് ഈ ഒരു അകൽച്ച ഇന്നത്തെ കാലത്ത് വരാൻ അങ്ങനൊന്നുമില്ല, അങ്ങനെ തോന്നുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്കൊന്നും തീരെ അവസരം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ വിദേശത്ത് പോകുന്നില്ലേ ഇപ്പോഴും. ഒരുപാട് മാപ്പിളപ്പാട്ടുകാരൊക്കെ ഇഷ്ടം പോലെ പരിപാടിക്ക് പോകുന്നുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ ഈ മലബാറിൽ മാപ്പിളപ്പാട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം ഇല്ലയെന്ന് പറഞ്ഞാലും എപ്പോഴും ഉണ്ട്. കാരണം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം മലബാറിലാണ്. ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. സാധാരണ വായിക്കുന്ന ആർട്ടിസ്റ്റിനോട് പറയും അവർക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവില്ല. ഇപ്പം വിളിച്ചാൽ അറിയാൻ പറ്റും. അതൊക്കെ കൂടുതൽ മാപ്പിളപ്പാട്ട് മാത്രമല്ല കേട്ടോ, മിക്സായിട്ടാണ് നടത്തുക. മാപ്പിളപ്പാട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. മലബാറിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മലബാറിൽ ഇപ്പോൾ കുടുംബങ്ങളുടെ ആണെങ്കിൽ ഇപ്പം കല്യാണ വീടുകളിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട് നിൽക്കുക തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കല്യാണ വീട്ടിൽ നിന്നാണോ ഈ ഒരു മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും? ഇല്ല, ആദ്യമൊക്കെ കല്യാണ പരിപാടികളല്ല. ആദ്യമൊക്കെ ഈ ഞാനൊരു നാട്ടിൽ തന്നെയുള്ള ഒരു ഓർക്കസ്ട്രയിലായിരുന്നു ആദ്യം പാടിയത്. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ കല്യാണ പരിപാടി. മാപ്പിളപ്പാട്ട് എൻ്റെ ഫസ്റ്റ് ഹിറ്റായതിനു ശേഷമാണ് എനിക്ക് ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ പരിപാടികൾ കിട്ടിയത്. ഞാൻ ഈ ഫസ്റ്റ് പാടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡസൻ കാസറ്റ് തന്നു, ഇതെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് വന്നത്. അതിന് മുമ്പ് എനിക്ക് പാട്ടറിയാം, കുറച്ച് പാട്ടൊക്കെ അറിയാം. പക്ഷേ ഗാനമേളയിൽ വന്നപ്പം അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രാം പോയിട്ട് പൈസ വാങ്ങുക എന്നുള്ളതാണ് അന്നത്തെ എൻ്റെ ഒരു പ്രധാന, കുടുംബം സേഫാക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് പരിപാടി കിട്ടിയാലും പോകുന്നുള്ള അവസ്ഥയായിരുന്നു. പലതരത്തിലുള്ള പ്രോഗ്രാമിനും പോയിട്ടുണ്ട്. മല്ലിശ്ശേരി എന്നിട്ടൊരു ട്രൂപ്പുണ്ട്, അറിയോ? കോയമ്പത്തൂർ. അതിലും ഉണ്ടായിരുന്നു കുറച്ച് 1.5 മാസം പാടാൻ വേണ്ടിയിട്ട് ഈ പരിപാടിക്ക് പോയത് തമിഴ്നാട്ടിൽ. അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. നന്മയും എളിമയുടെയൊക്കെ കാര്യം പറയുമ്പം ഷെരീഫിക്കയാണ് അതിനൊക്കെ ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പം എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എനിക്ക് ഷെരീഫിക്കയുടെ മാപ്പിള പാട്ടുകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടാണ് മധുവർണ്ണപ്പൂവല്ലേ. അതും രണ്ടാമത് പാടി ഹിറ്റാക്കി വൈറലാക്കി. രണ്ടാമത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, അതിലൊന്നാണ്. കാരണം റെക്കോർഡ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാട്ടായിരിക്കും ആദ്യം വരിക. കാരണം അത് പണ്ടത്തെ റെക്കോർഡിങ് കിട്ടാൻ വഴിയില്ലല്ലോ. പിന്നെ ക്വാളിറ്റിയുള്ള റെക്കോർഡിംഗ് അല്ലേ പുതിയത്, അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാം. മധുവർണ്ണ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കിമാരെയുന്നോളെ 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 ലങ്കിമാരെയുന്നോളെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു.